നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്കൊരു ആഫ്റ്റർ 30 കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വെയിറ്റിന് വേണ്ടിയിട്ടും സ്കിന്നിന് വേണ്ടിയിട്ടും ഹെയറിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചു പോരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല എളുപ്പമുള്ളതാണ്, ഈസി ആയിട്ടുള്ള കുറച്ച് ഹാക്കുകളൊക്കെ ആട്ടോ. അപ്പോൾ നോക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം വെയിറ്റിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ വെയിറ്റ് നമ്മളൊരു 30 കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെറ്റബോളിസം കുറയും. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക, ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ പിടിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതായത് പിന്നെ അതുപോലെ നമ്മൾ എത്രത്തോളം കുറേയൊക്കെ നമ്മൾ കിടന്ന് ശ്രമിച്ചാലും, അതായത് ജസ്റ്റ് നമ്മൾ ഭക്ഷണം സ്കിപ്പ് ചെയ്ത് നമ്മൾ നോക്കില്ലേ, പക്ഷെ വെയിറ്റ് കുറയണില്ല, അങ്ങനത്തെ ഒരു കാര്യങ്ങൾ വരില്ല. അപ്പം അതുപോലെ അങ്ങനെ കുറേ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം നമുക്ക് വെയിറ്റ് എങ്ങനെ നമുക്ക് നോർമലായിട്ട് നമുക്ക് അത്യാവശ്യം നമ്മുടെ ബോഡി സ്ട്രക്ചറൊക്കെ അല്ലെങ്കിൽ ബോഡിയൊക്കെ ഒന്ന് ഫിറ്റാക്കി നമുക്ക് ബോഡി ഒന്ന് കറക്റ്റ് നമുക്ക് ആ ഒരു എന്താ പറയുക കുറേയൊക്കെ യങ് ആയിട്ടൊക്കെ വെക്കാൻ പറ്റണം, നമ്മുടെ വെയിറ്റ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ആദ്യത്തെ കാര്യം, നമ്മൾ ഇത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാട്ടോ. നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളത് മസ്റ്റായിട്ട് ചെയ്യുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്കത് നന്നായിട്ട് വർക്കാവുന്നതാ. നമ്മൾ എന്തായാലും ഒരു 2-3 ലിറ്റർ വെള്ളം മസ്റ്റായിട്ട് കുടിച്ചിരിക്കുക. ഒരു ചെറിയ ബോട്ടിൽ സംഘടിപ്പിക്കുക, അതിൽ വെള്ളം നിറച്ച് വെക്കുക, അത് സ്ഥിരമായിട്ട് കുടിക്കുക. അതെന്തായാലും കുടിക്കാൻ ശ്രമിക്കുക. അതിപ്പോൾ വേനൽക്കാലം ആയാലും മഴക്കാലം ആയാലും മഞ്ഞുകാലമായാലും ഒക്കെ നമ്മൾ ഈ വെള്ളം കറക്റ്റായിട്ട് ഈ ഒരു അളവ് കുടിക്കുക. അത് തീരെ കുറയ്ക്കണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ഏജ് ആവും തോറും നമ്മുടെ സ്കിന്നിനായിക്കോട്ടെ അതുപോലെ നമ്മുടെ ഹെയർ ആയിക്കോട്ടെ ഒക്കെ ഡ്രൈനെസ് കൂടാൻ സാധ്യതകളാണ്. നമ്മുടെ സ്കിന്നിലൊക്കെ അങ്ങനെ ഡ്രൈനെസ് കുറേയും കൂടി വരും. നമുക്കൊരു 30 കഴിഞ്ഞ് പതുക്കനെ വരും. കുറച്ചും കൂടി അങ്ങോട്ട് ഏജ് കഴിയും തോറുമാണ് നമുക്കത് കൂടുതൽ വിസിബിൾ ആവുക. പക്ഷേ വിസിബിൾ ആകുമ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യുള്ളൂ. അതുവരെ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞില്ല എന്ന് വരും. ചിലർക്ക് അത് നേരത്തെയും വരും കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു 2-3 ലിറ്റർ വെള്ളം എന്തായാലും ഡെയിലി നമ്മൾ കുടിക്കാൻ ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഓരോ മീലിലും നമ്മൾ പ്രോട്ടീൻ എടുക്കുക. പ്രോട്ടീൻ എടുക്കും തോറും നമുക്കറിയണതല്ലേ, നമ്മുടെ ബോഡിയിലത്തെ എന്താ പറയുക, നമ്മൾ 30 കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇയർ കഴിഞ്ഞാൽ നമ്മുടെ കൊളാജനൊക്കെ നല്ല രീതിക്ക് നഷ്ടപ്പെടും. കുറേശ്ശെ നമ്മൾ അറിയില്ല. ഈ പ്രോട്ടീൻ നന്നായിട്ട് നമ്മൾ എടുക്കും തോറും നമുക്ക് കുറേ കൂടി നമ്മൾ യൂത്ത്, അതായത് യങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളെ കാണുന്നവർക്കും നമുക്ക് സ്വയം അങ്ങനെ തോന്നും. നമുക്ക് വല്ലാണ്ട് ഇപ്പം 90s കിഡ്സിനൊക്കെ കണ്ടില്ല, അവരൊക്കെ ഒരുപാട് ഇപ്പം മാറി, അവരുടെ ഫുഡ് ലൈഫ് സ്റ്റൈലൊക്കെ മാറി. ഒട്ടുമിക്ക പേരും പ്രോട്ടീൻ റിച്ച് ആയിട്ടും ജിമ്മിൽ പോയിട്ടൊക്കെ അവരെ കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രായം തോന്നിക്കില്ല. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. അല്ലാത്തവരും അങ്ങനെ തന്നെ നല്ല ഫിറ്റായിട്ട് ഇരിക്കുന്നവരൊക്കെ അതുപോലെയാണ്. നമുക്ക് ഏജ് ഉണ്ടെങ്കിലും വല്ലാണ്ട് അവർ പ്രായം തോന്നിക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോ മീലിലും നമ്മൾ പ്രോട്ടീൻ എടുക്കുക. പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ മുട്ട, പാല്, തൈര്, അതുപോലെ തന്നെ പയറുവർഗ്ഗങ്ങൾ, പിന്നെ ചിക്കൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മസ്റ്റായിട്ട് ഉൾപ്പെടുത്തുക. നമ്മുടെ ഓരോ മീലിലും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിക്കോട്ടെ, ലഞ്ചിനായിക്കോട്ടെ, ഡിന്നറിനായിക്കോട്ടെ ഒരു പോർഷൻ എന്തായാലും നല്ല രീതിക്ക് പ്രോട്ടീൻ എടുക്കുക. പ്രോട്ടീൻ എടുക്കുമ്പോൾ നമുക്ക് നല്ല ഗുണങ്ങളാണ്. നമുക്ക് വയറ് നന്നായി ഫില്ലായ മാതിരി തോന്നിക്കും. നമുക്ക് ആവശ്യമില്ലാണ്ടുള്ള സ്നാക്കിങ്ങും കണ്ണി കണ്ട സാധനങ്ങൾ എടുത്ത് കഴിക്കുക, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിക്ക് തന്നെ കുറയ്ക്കും. അപ്പം തന്നെ നമ്മുടെ ബോഡിയിൽ അനാവശ്യമായ ഫാറ്റ് അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങളൊന്നും കയറില്ല. പിന്നെ പ്രോട്ടീൻ റിച്ച് ഫുഡ് നമ്മൾ കഴിക്കും തോറും നമുക്ക് കുറേയും കൂടി നമ്മൾ യൂത്ത്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ യങ് ആയിട്ട് ഇരിക്കാനും കൂടി നമ്മളെ ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു വെയിറ്റ് മാനേജ് ചെയ്യാൻ അല്ലെങ്കിൽ വെയിറ്റ് കെയറിന് വേണ്ടിയിട്ട് നമ്മൾ ലേറ്റ് നൈറ്റ് ഫുഡ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ മാതിരി ലേറ്റ് നൈറ്റിലുള്ള ഫുഡില്ലേ, നമ്മൾ കുറേ വൈകി ഫുഡ് കഴിക്കണ ആ ഒരു ശീലം ഉണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ നിർത്തിക്കോ. അതിപ്പോൾ ഏത് പ്രായക്കാരായിക്കോട്ടെ നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ അത്യാവശ്യം ഒരു 8 മണിക്ക് മുന്നെങ്കിലും നമ്മുടെ ഭക്ഷണം നമ്മൾ കഴിച്ച് അവസാനിപ്പിക്കുക. അത് ഒരുപാട് നല്ലത്. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് സ്ഥിരമാകുമ്പോൾ നമുക്ക് ഹെൽത്തിന് മോശമാണ്. പതുക്കെ നമ്മുടെ ഉറക്കം നഷ്ടപ്പെടും. പിന്നെ നമ്മൾ ഈ ഫുഡ് കഴിച്ച് അപ്പം തന്നെ കുറേ ലേറ്റായിട്ട് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ബോഡി പിന്നെയും കിടന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതിന് റെസ്റ്റ് കിട്ടുന്നില്ല ബോഡിയിലെ ശരീരത്തിൻ്റെ ഉള്ളിലെ അവയവങ്ങൾക്ക്. അപ്പം അതൊക്കെ ഒരുപാട് നമുക്ക് സ്ഥിരമാവുമ്പോൾ അതൊക്കെ നമ്മുടെ എന്താ പറയുക ബോഡിയിൽ നെഗറ്റീവായിട്ടാണ് അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നാലാമത്തെ കാര്യം, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എസ്പെഷ്യലി നമ്മൾ സ്ത്രീകൾ വെയിറ്റ് ട്രെയിനിങ്ങിൽ മസ്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മുടെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതോടും നമുക്ക് 30 കഴിഞ്ഞാൽ നമ്മുടെ മസിൽസ് ഒക്കെ കുറേശ്ശെ ഇങ്ങനെ ഡ്രോപ്പ് ആവും. ഈ ഡ്രോപ്പ് ആവുന്നതിലൂടെ നമുക്ക് കുറേയും കൂടി നമ്മൾ പ്രായമായ മാതിരിക്ക് തോന്നിക്കും. നമ്മുടെ മസിൽസ് ഒക്കെ എസ്പെഷ്യലി ഈ ഭാഗത്തെ മസിൽസ് നമുക്കിങ്ങനെ തൂങ്ങി കിടക്കണ മാതിരിയൊക്കെ, തുടകളിലത്തെ അതൊക്കെ നമുക്ക് വല്ലാണ്ടൊരു അയഞ്ഞ പോലെയൊക്കെ വരും. അപ്പോൾ അതിനൊക്കെ നമുക്ക് സ്ട്രോങ് ആക്കാനും, നമ്മൾ എന്താ പറയുക മസിൽസ് സ്ട്രോങ് ആ മാത്രമല്ല, നമ്മൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് മെൻ്റലിയും
ഫിസിക്കലി ഒക്കെ എല്ലാം കൊണ്ട് നമുക്ക് നല്ല ഒരു ആക്റ്റീവ് ആയിട്ടിരിക്കാനൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പം അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ട് വെയിറ്റ് ട്രെയിനിങ് ഒരു 2-3-4 ദിവസമെങ്കിലും നമ്മൾ ചെയ്യുക. പിന്നെ ബാക്കി നമുക്ക് ശരീരം എപ്പോഴും നമ്മളിങ്ങനെ നമുക്ക് വയ്യായി ഇല്ല എന്ന് തോന്നില്ലെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക. എന്തെങ്കിലുമൊക്കെ അനങ്ങിക്കൊണ്ട് ശരീരം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും ഇങ്ങനെ ചടഞ്ഞിരിക്കാണ്ട്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ പണിയെടുക്കണം, മാനസികമായിട്ട് എനിക്ക് ചെയ്യണമെന്നുണ്ട്, പക്ഷെ എനിക്ക് എൻ്റെ ഫിസിക്കലി എനിക്ക് പറ്റണില്ല, എപ്പോഴും കെടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഉടനടി നിങ്ങൾ ബ്ലഡ് ടെസ്റ്റ്, ഡോക്ടറെ കാണുക, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക. വിറ്റമിൻ ഡി കുറവാണെങ്കിൽ ഈ ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവും. അതായത് നമുക്ക് മനസ്സുകൊണ്ട് നമുക്ക് എല്ലാം ചെയ്യണമെന്നുണ്ടാവും, പക്ഷെ നമ്മളെപ്പോഴും ബെഡിലേക്ക് അങ്ങനെ കെടുക്കണം എന്നുള്ളൊരു ഫീലിംഗ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ ഡോക്ടറെ കാണാം. എന്നിട്ട് ടെസ്റ്റുകൾ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും വിറ്റമിൻ ഡി കുറവാണെങ്കിൽ അത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചിലർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണാം. അല്ലാത്ത പക്ഷം നമ്മൾ മസ്റ്റായിട്ട് എപ്പോഴും ആക്റ്റീവായിട്ടിരിക്കുക. അത് തന്നെ നമുക്ക് എപ്പോഴും നല്ലൊരു ചുറുചുറുക്കും, നമുക്ക് കുറേ കൂടി നമുക്ക് മനസ്സുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ചെറുപ്പമായിരിക്കും. നമ്മുടെ സ്കിൻ കെയറിലേക്ക് വരാം. സ്കിൻ കെയറിലേക്ക് വരുമ്പോൾ ഞാൻ ഒരുപാട് DIYയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ്, അതായത് നമുക്ക് മുഖക്കുരു, പാടുകൾ, പിഗ്മെന്റേഷൻ, ഡൾനെസ്, ടാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് നല്ലതാണ്. പക്ഷേ അതല്ല നമ്മളൊന്ന് പറയണത്, നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട, അതായത് എന്തായാലും നമ്മളൊരു ഈ ഒരു കാര്യങ്ങൾ ചെയ്തിരിക്കണം. അത് നമ്മുടെ സ്കിന്നിന് കുറേ കൂടി ചെറുപ്പമാക്കി വെക്കാനും നമുക്കിങ്ങനെ വരുന്ന കുറേ പുറമേന്ന് നമുക്ക് ഈ ഏജ് ആകുമ്പോൾ വരുന്ന കുറേ ഇഷ്യൂസ് ഉണ്ടല്ലോ, അതിനൊക്കെ ഒരു പരിധി വരെ തടയാനൊക്കെ ഹെൽപ്പ് ചെയ്യും കുറച്ച് കാര്യങ്ങളാട്ടോ. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഡെയിലി ഇട്ട് കൊടുക്കുക. മഞ്ഞാണെങ്കിലും വെയിലാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ളത് സൺസ്ക്രീൻ മസ്റ്റായിട്ട്. പിന്നെ അതുപോലെ നിങ്ങൾ എന്താ പറയുക, കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സൺസ്ക്രീനുകൾ മസ്റ്റായിട്ട്, അതായത് കുറേ അധികം ഹാർഷായിട്ടുള്ള കെമിക്കൽസ് ഇല്ലാത്ത നല്ലൊരു ഹെർബൽ സൺസ്ക്രീൻ നോക്കി നിങ്ങൾ യൂസ് ചെയ്യുക. അത് നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യണ സമയമാവില്ല, പക്ഷെ അത് ലൈഫ് ലോങ് ആണ് നമ്മൾ യൂസ് ചെയ്യണം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, പുറത്തുനിന്ന് സൂര്യപ്രകാശം തട്ടുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഈ പ്രായമാവും തോറും നമുക്ക് ഓരോ സ്പോട്ടുകൾ വരുന്ന കാണാം. ഒരു ചെറിയ ലൈറ്റായിട്ട് ബ്രൗണോ ചെറിയ ഡാർക്കോ ബ്ലാക്കോ ഒക്കെ ആയിട്ട് ഇതിനൊക്കെ ഒരുപാട് തടയൂട്ടോ ഈ ഏജ് സ്പോട്ടിനൊക്കെ. രണ്ടാമത്തെ കാര്യം, നമ്മളറിയാം നമുക്ക് പലരും ഫേസ് വാഷ് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും പലരും സോപ്പ് ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് ഓവറായിട്ടുള്ള ഫേസ് വാഷ്, അതായത് ഫേസ് കഴുകുന്നത് നമ്മൾ ഒഴിവാക്കുക. എന്തായാലും നമ്മളൊരു 30-35+ കഴിഞ്ഞ് നമ്മുടെ സ്കിന്ന് കുറേ കൂടി ഡ്രൈ ആവും. ഏജ് ആകുമ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് ഭാഗ്യമാട്ടോ, അവരുടെ സ്കിൻ ടൈപ്പ് ഓയിൽ ആയതുകൊണ്ട് അവർക്ക് എപ്പോഴും ഒരു എന്താ പറയുക, ഒരു ഓയിലി പോലെ തോന്നിക്കും. പക്ഷേ അല്ലാത്ത പക്ഷം ഉള്ള സ്കിന്നുകൾക്കൊക്കെ കുറേ കൂടി പതുക്കെ ഡ്രൈനെസ് കൂടും. ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഫേസ് വാഷ് ഇട്ടിട്ട് ഒരു 3-4 തവണ ഡെയിലി കഴുകുമ്പോൾ നമ്മുടെ മുഖം ഒന്നും കൂടിയും എന്താ പറയുക ഡ്രൈനെസ് കൂടും. പിന്നെ ഒപ്പം പലരും സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. പരമാവധി നമ്മൾ സോപ്പ് നിർത്തുക, എന്നിട്ട് നല്ലൊരു മൈൽഡ് ക്ലെൻസർ യൂസ് ചെയ്യുക. പ്ലസ് നമ്മൾ ചെയ്യേണ്ട കാര്യം രാവിലെയും വൈകുന്നേരം ഫേസ് വാഷ് ചെയ്യാം. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കഴുകേണ്ടി വരികയാണെങ്കിൽ 1 തവണ എങ്ങനെയും കഴുകുക, മസ്റ്റായിട്ട് 2 തവണ. ഇത് നമ്മൾ ഇങ്ങനെ പറയുന്നതിൻ്റെ കാരണം നമുക്ക് ഡ്രൈനെസ് പതുക്കെ വരും. അതിൻ്റെ കൂടെ നമ്മൾ ഒന്നും കൂടി സ്കിന്നിനെ ഡ്രൈ ആക്കുമ്പോൾ മുഖത്തെ ഒരു സ്കിന്നുണ്ടല്ലോ ചുളിഞ്ഞ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിങ്ങനെ അത് ചുളിഞ്ഞ് ഏജ്ഡായ മാതിരി തോന്നിക്കും. പിന്നെ നമുക്ക് മുരിച്ചിലൊക്കെ ഭയങ്കരമായിട്ട് കൂടും. അപ്പം അതുകൊണ്ട് തന്നെ ഓവറായിട്ടുള്ള ഫേസ് വാഷ് നമ്മൾ നിർത്താട്ടോ. പിന്നത്തെ കാര്യം, നമ്മൾ മസ്റ്റായിട്ട് നല്ലൊരു മോയ്സ്ചറൈസർ, അതായത് നല്ല ഡീപ്പ് ഹൈഡ്രേഷൻ കിട്ടുന്ന നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. അത് നമ്മൾ വേറെ മേക്കപ്പോ അല്ലെങ്കിൽ ഒന്നും ഇഷ്ടമില്ലാത്തവരാണെങ്കിലും ജസ്റ്റ് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ മോയ്സ്ചറൈസർ എന്തായാലും ഇടുക. പുറത്തേക്ക് പോകുമ്പോൾ എന്നല്ല ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ചിലർക്ക് ഒന്നും ഇടണ്ടാവില്ല, വെറുതെ അങ്ങനെ പോണവരുണ്ടാവും. പക്ഷേ നിങ്ങൾ മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ, വേറെ ഒന്നും ഇട്ടില്ലെങ്കിൽ ഇത് മാത്രം ഇടുക. അതുപോലെ തന്നെ വീട്ടിൽ നിൽക്കുകയാണെങ്കിലും കാലത്തും വൈകുന്നേരം നമ്മുടെ ഒരു സ്കിൻ കെയർ റുട്ടീൻ മാതിരി മോയ്സ്ചറൈസർ സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഒരുപാട് സിറങ്ങൾ, വിറ്റമിൻ സി സിറം, ഹൈലറൂണിക്, നയസിൻമിഡ്, അങ്ങനെ ഒരുപാട് സിറങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് നമ്മുടെ താല്പര്യമാണ്. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ, ഈ 2 കാര്യം മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ഇത് നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത്. ബാക്കിയുള്ളത് നമുക്ക് എക്സ്ട്രാ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച്, നമ്മുടെ ഇഷ്യൂവിനനുസരിച്ച്, നമ്മുടെ സ്കിന്നിന് എന്താണോ വേണ്ട അനുസരിച്ച് നമുക്കത് കൊടുക്കാം. അവസാനത്ത് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ ആഫ്റ്റർ 30 നമ്മൾ ചെയ്യേണ്ട കാര്യം ഗുഡ് സ്ലീപ്പാണ്. അതായത് നല്ലൊരു ഉറക്കം നമുക്ക് കിട്ടിയാൽ തന്നെയാണ് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് എന്താ പറയുക വരാതിരിക്കാനുണ്ടെങ്കിൽ തന്നെ ഒരുപാട് മെൻ്റലി ആണെങ്കിലും ഫിസിക്കലി ഒക്കെ നമുക്ക് ആ ഒരു റിലാക്സ് കിട്ടുള്ളൂ. അതുപോലെ സ്ട്രെസ് കുറയാം, നല്ല ഉറക്കം വേണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് സ്ക്രീൻ ടൈം കുറച്ചിട്ട് ഒരു കറക്റ്റ് ടൈമിങ് നമ്മൾ ചെയ്യുക. അതായത് രാത്രി ഒരു സമയത്ത് ഉറങ്ങുക, രാവിലെ കറക്റ്റ് ഒരു സമയത്താകുമ്പോൾ എണീക്കുക. അത് നമ്മളെപ്പോഴും റുട്ടീൻ, നമ്മളിപ്പോൾ തിരക്കില്ലെങ്കിൽ ഉണ്ടെങ്കിൽ ആ ഒരു റുട്ടീൻ പാലിക്കുക. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ കിടന്നുറങ്ങുന്നത് കുഴപ്പമില്ല.
പക്ഷെ ബാക്കി ദിവസങ്ങളിൽ നമ്മൾ കറക്റ്റായിട്ട് അത് ഫോക്കസ് ചെയ്യുക, നമ്മുടെ ഉറക്കം എണീക്കണതും കറക്റ്റ് ആക്കുക. അപ്പം നമുക്കത് ഒരുപാട് ബെനിഫിറ്റ് ആണ്. നമുക്ക് മെന്റലി ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ റീഫ്രഷ് ആവും, നല്ലൊരു ഉറക്കം കിട്ടിയാൽ തന്നെ. പിന്നെ നമ്മുടെ ഈ കണ്ണിന് ചുറ്റും നമുക്ക് ഓരോ സമയം വരുന്ന പ്രായം കൂടുമ്പോഴും കുറയുമ്പോഴും കുട്ടികൾക്ക് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഫോൺ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോഴൊക്കെ നമുക്ക് കൂടുതൽ വരും. അപ്പോൾ ഈ ഒരു ഉറക്കം ശരിയായില്ലെങ്കിലും കൂടി ഇത് പെട്ടെന്ന് നമ്മുടെ മുഖത്ത് കണ്ണിന് ചുറ്റും ഈ ഹൂഡഡ് ഐസ്, അതായത് ഇങ്ങനെ കുഴിഞ്ഞ് ഭയങ്കരമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് കണ്ണിലെ നമ്മുടെ മുഖത്ത് ആദ്യം കണ്ണായിരിക്കും ഇങ്ങനെ കുഴിഞ്ഞ് ഒരു ഇരുണ്ട പോലെ ഇരിക്കുക, അങ്ങനെയൊക്കെ നമുക്ക് തോന്നിക്കും. അപ്പം അതുകൊണ്ട് എപ്പോഴും നല്ലൊരു സ്ലീപ്പ് നമ്മളെപ്പോഴും നമുക്ക് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. കാര്യം നമുക്ക് ഹെയർ കെയറിലാണ്. ഹെയർ കെയറിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പൊ പലരും പറയുന്നുണ്ട് ഓയിൽ ഇട്ടാലൊന്നും മുടി വളരില്ല, നമ്മൾ അങ്ങനെ ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത് നമ്മൾ വീക്കിലി 1 or 2 ഓയിൽ ഇടുക. കാരണം നമുക്ക് പ്രായം കുറച്ച് കഴിയും തോറും, അതായത് ഒരു 30+ കഴിയും തോറും നമുക്ക് ഡ്രൈനെസ് കൂടും നമ്മുടെ മുടിക്ക്. ഈ ഡ്രൈനെസ് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഓയിലിട്ട് ജസ്റ്റ് ഒന്ന് മുടിനൊന്ന് ചെറിയ മസാജ് ഒക്കെ കൊടുത്ത് വീക്കിലി വൺസ് എന്തായാലും ചെയ്യുക. ഇനി പറ്റുന്നുണ്ടെങ്കിൽ 2 തവണയെങ്കിലും ചെയ്യുക. എന്നിട്ട് നമ്മളൊരു മസാജ് ഒക്കെ കൊടുത്ത് കുളിക്കുമ്പോൾ നമുക്ക് നല്ലൊരു റീഫ്രഷിങ് ആണ്. പ്ലസ് നമ്മുടെ മുടി ഒന്ന് നല്ലൊരു മോയ്സ്ചർ ലോക്കാക്കി വെക്കാനും കൂടി സഹായിക്കും. ഈ ഡ്രൈനെസ് ഒക്കെ ഒന്ന് കുറയ്ക്കാനും. നമ്മൾ എത്രത്തോളം പുറമേയുള്ള ട്രീറ്റ്മെന്റുകൾ എടുത്താലും അല്ലെങ്കിൽ ഇതിനു വേണ്ടി എന്തൊക്കെ ചെയ്താലും ഇങ്ങനെ ചെയ്യുമ്പോഴത്തെ ആ ഒരു ഇത് വേറെ തന്നെയാട്ടോ. ഈ ഓയിൽ ഇട്ടിട്ട് ഒന്ന് മസാജ് ചെയ്തൊക്കെ ഒന്ന് കുളിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, അതും മുടിക്ക് കിട്ടുന്ന ആ ഒരു ഗുണങ്ങളും അതും നല്ലതാട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ 30+ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് 2 തവണ എന്തായാലും, അതുവരെ നമ്മൾ എങ്ങനെയൊക്കെയോ ആയിരുന്നെങ്കിലും പ്ലസ് നമ്മൾ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ 2 തവണ അല്ലെങ്കിൽ 1 തവണയെങ്കിലും നല്ല രീതിക്ക് തന്നെ എണ്ണ ഇട്ടിട്ട് ഒരു തേച്ചുകൂളി അങ്ങോട്ട് നടത്താം. പിന്നത്തെ കാര്യം എനിക്കും കൂടി ബാധകം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് മുടി കെട്ടിവെക്കുക എന്നുള്ളത് ഞാൻ ഇങ്ങനെ വാരി വലിച്ച് ഇവിടെ ഇങ്ങനെ കെട്ടിവെക്കുക ചെയ്യും അങ്ങനെ. അപ്പം എനിക്കാണെങ്കിൽ നോർമലി നെറ്റ് ഇങ്ങനെ ഓൾറെഡി നെറ്റ് ഇത്രയും വലിയ നെറ്റിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെയും നമ്മളിങ്ങനെ ബാക്കിലേക്ക് കെട്ടുന്നതോറും മുടി പുറകിലേക്ക് അങ്ങനെ ആ ഒരു ടൈറ്റായിട്ട് വെക്കുന്നതോറും നെറ്റി കയറുന്ന ഒരു ശീലമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി നെറ്റിയൊക്കെ ഒന്ന് എന്താ പറയുക ഒരു ഇവിടുത്തെ ടൈറ്റാക്കി പോണിട്ടയിൽ കെട്ടുമ്പോൾ ചെറുതാക്കി കെട്ടുക. അത് ഞാൻ ചില സമയത്ത് ശ്രദ്ധിക്കും, ചില സമയത്ത് ഓർക്കില്ല. കാരണം നമ്മളൊരു ശീലമായി പോയി ഇങ്ങനെ വാരി വലിച്ചൊക്കെ കൂടി ഇങ്ങനെ കെട്ടണത്. അപ്പം അതുകൊണ്ട് തന്നെ പരമാവധി നമ്മളത് ശ്രദ്ധിക്കാൻ നോക്കുക. നമ്മുടെ ഹെയർ സ്റ്റൈല് നമ്മൾ ചെയ്യുമ്പോഴാണെങ്കിലും അത് എപ്പോഴും മുടീനെ അങ്ങനെ വലിച്ച് ഭയങ്കര മുറുക്കി ടൈറ്റാക്കി ഇട്ടിട്ട് കുറച്ച് ലൂസാക്കി ഒന്ന് ഫ്രണ്ട് പോർഷനൊക്കെ ഒന്ന് ലൂസാക്കി ഇട്ടിട്ട് കെട്ടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു നെറ്റി കയറലൊക്കെ കുറയും. പിന്നെ നമ്മൾ ഈ ഹെയർ കെയറിൽ നമ്മൾ ഈ ആദ്യം പറഞ്ഞ പോലെ ഈ പ്രോട്ടീൻ ഫുഡ് ഹെയറിന് ഒരുപാട് നല്ലതാണ്. കാരണം നമ്മുടെ ഈ ഫ്ലാക്സ് സീഡ്, അതുപോലെ പംകിൻ സീഡ് പോലുള്ള, അതുപോലെ ആൽമണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഇല്ലേ നമ്മുടെ നില സെർബ്സിന്റെ സ്മൂത്തി, എനിക്കതാണ് ഓർമ്മ തന്നെ പെട്ടെന്ന്. കാരണം അത് നമ്മുടെ മുടിക്കും ഹെയറിനൊക്കെ ഒരുപാട് നല്ലതാണ്. ഒപ്പം നമുക്ക് വെയിറ്റ് ലോസിനും വെയിറ്റ് മാനേജ് ചെയ്യാനും നല്ലതാട്ടോ. അതായത് നമ്മുടെ ഫുഡുകളിൽ ഇതൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മുടി സ്കിന്നൊക്കെ നേരെയാവും. അതായത് കുറേ അധികം ഇഷ്യൂസ് ഒക്കെ കുറയ്ക്കും സ്കിന്നിന്റെ. അതുപോലെ തന്നെ മുടിയുടെ കൊഴിച്ചിൽ കാര്യങ്ങളൊക്കെ കുറയും. ഒമേഗ ഒക്കെ നമുക്ക് നല്ലോണം കിട്ടും ഫ്ലാക്സ് സീഡിന്. അതുപോലെ ചാളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുക. പിന്നെ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഫിഷ് ഓയിലൊക്കെ ഡോക്ടറെ കണ്ടിട്ട് വേണം കേട്ടോ. ഏത് യൂട്യൂബേഴ്സോ ഇൻഫ്ലുവൻസോ പറഞ്ഞിട്ട് നിങ്ങൾ ഒരു ടാബ്ലറ്റ്സും പോയി മേടിച്ച് നേരിട്ട് കഴിക്കരുത്. അപ്പോൾ ഏതാണെങ്കിലും ഇപ്പൊ വിറ്റമിൻ സി ഒക്കെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് കഴിക്കണം നല്ലതാണെന്നൊക്കെ. പക്ഷെ നിങ്ങൾ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണാൻ പോയി കഴിക്കുക, ഡോക്ടറോട് അന്വേഷിക്കുക. നിങ്ങൾ ജസ്റ്റ് ഡോക്ടറെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടായിട്ട് അത് എത്ര അളവിൽ കഴിക്കണം, എത്ര നാൾ കഴിക്കണം, ഈ കാര്യങ്ങളൊന്നും അറിയാണ്ട് നിങ്ങൾ വെറുതെ പോയിട്ട് ഓരോന്ന് മേടിച്ച് കഴിച്ച് പുലിവാല് വരുത്തരുത്. അത് ആര് എന്ത് പറഞ്ഞാലും ഇൻടേക്ക് എടുക്കണ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും ഡോക്ടറെ കാണാം. അതായത് മെയിനായിട്ട് ഗുളിക പോലത്തെ ഐറ്റംസ്. ഓക്കെ, ബാക്കി നമുക്കിപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഈ സ്മൂത്തിയൊക്കെ. അത് നമുക്കിപ്പോൾ ഞാൻ അതാണ് എടുത്ത് പറയാൻ കാരണം ഇൻടേക്ക് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളും കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിക്കില്ലേ. പക്ഷെ ഈ സ്മൂത്തിയൊക്കെ നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ്. പക്ഷെ അത് നമുക്ക് വീട്ടിൽ ഇങ്ങനെ പൊടിച്ച് സൂക്ഷിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ വെക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നു, നിങ്ങളത് മേടിക്കുന്നു. പക്ഷെ ടാബ്ലറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ റേഞ്ചേ മാറിപ്പോയി. അത് നമ്മൾ ഉറപ്പായിട്ട് ഡോക്ടറെ കണ്ടിട്ട് മാത്രം കഴിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ അതാണ് നമ്മുടെ ഹെയറിന് നമ്മൾ കൊടുക്കണ നല്ലൊരു പ്രോട്ടീൻ റിച്ച് ഫുഡ് നമ്മൾ ഹെയറിനും കൂടി നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അത് മസ്റ്റായിട്ട് നമ്മുടെ പ്രോട്ടീൻ റിച്ച് ഫുഡാണ് നമ്മൾ കഴിക്കണേ എന്നുള്ളത് ഉറപ്പുവരുത്തുക. പിന്നത്തെ കാര്യം ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട്, അത് എത്രത്തോളം അത് ആളുകൾക്ക് മനസ്സിലാവുണ്ടെന്ന് അറിയില്ല. നമ്മൾ ഈ ഹീറ്റ് സ്റ്റൈലിംഗ് ഒക്കെ ഇല്ലേ, നമ്മൾ ഹീറ്റ് ചെയ്ത് സ്റ്റൈൽ ചെയ്യണമെന്നൊക്കെ നമ്മൾ പലരും യൂട്യൂബ് ഇപ്പൊ ബ്യൂട്ടി വ്ളോഗേഴ്സും ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ചെയ്യണ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയിരിക്കും. അതായത് അതുപോലെ മുടി ചുറ്റണം, അതുപോലെ മുടി ഇങ്ങനെ ഭംഗിയിലിടണം എന്നൊക്കെ. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഉൾട്ടയാണ്. ഇതൊക്കെ നമുക്ക് ഇതിന്റെ 8ന്റെ പണിയായിട്ട് തിരിച്ചു കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കുള്ള മുടി, നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു മുടി, നമുക്ക് അല്ലാത്ത ഹീറ്റ്ലെസ്സും നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്ത് നോക്കാം. അതായത്
എക്യുപ്മെന്റ്സ് വെച്ചിട്ടുള്ള പരിപാടീസ് പരമാവധി ഒഴിവാക്കുക. പിന്നെ ഇങ്ങനെ കെമിക്കൽ ട്രീറ്റ്മെന്റുകളൊക്കെ ഇത് എസ്പെഷ്യലി 30+ ഒഴിവാക്കുക. കാരണം ഒരുപാട് വീഡിയോ ആണ് നമ്മൾ കാണുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഞാൻ അതാണ് കൂടുതൽ നോക്കാറ്. അതുകൊണ്ട് അതായത് ഇങ്ങനെ ഇതൊരു ലൂപ്പിൽ ചെന്ന് പെട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ട് മുടി ഫുള്ള് പോയിട്ടൊക്കെ കുറച്ചും കൂടി കണ്ടു ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെന്റുകൾ നമുക്ക് നമ്മുടെ പ്രായത്തിന്റെ ഒരു ഇതിൽ നമുക്ക് ചെയ്യായിരിക്കും, പക്ഷെ 30+ നമ്മളത് ഒഴിവാക്കുക. നാച്ചുറൽ ആയിട്ടുള്ള മുടി നമ്മൾ നല്ല രീതിക്ക് തന്നെ കെയർ ചെയ്ത് കൊണ്ടുപോവാം. പിന്നെ വല്ലപ്പോഴും ഒരു ഫംഗ്ഷൻ വന്നു, ഒരു കല്യാണം വന്നു, നമുക്ക് ചെയ്യണമെന്ന് കുഴപ്പമില്ല. പക്ഷെ ഇതൊരു ഇങ്ങനെ ഒരു ശൈലിയാക്കി, അല്ലെങ്കിൽ ഇതൊരു ഇങ്ങനെ ജീവിത ശൈലി ആയിട്ട് കൊണ്ട് നടക്കരുത്. പരമാവധി ഹീറ്റ് ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി വീട്ടിൽ. പിന്നെ വേറൊരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ളത് ഈ ഡൈ ചെയ്യുന്നതാട്ടോ. അടുത്ത കാര്യം അതാണ്, ഡൈ ചെയ്യണത്. ഞാൻ കണ്ടിട്ടുള്ള ഡൈ ചെയ്യണ ഒട്ടുമിക്ക പേർക്കും ഇത്രയും പോർഷനിൽ പിഗ്മെന്റേഷൻ ആണ് വന്നിട്ടുള്ളത്. അത് ഒരുപാട് പേർക്ക് അവരാൻ ചെയ്തിട്ട് അവർ പറയലുണ്ട് കേട്ടോ. അത് ഇത്രയും പോർഷനിൽ അത് വരുന്നത് നമ്മൾ ഈ തലയിൽ ഈ എന്താ പറയുക കെമിക്കൽ ഡൈകൾ ചെയ്യില്ലേ, അത് പതുക്കെയാണ് വരുന്നത്. പതുക്കെ ചെയ്ത് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സാധനമാണ് വരുന്നത്. ചിലർക്ക് ഉണ്ടാവില്ല, പക്ഷെ ഒട്ടുമിക്ക പേരിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഡൈ ചെയ്യാനുള്ള പ്ലാൻ ഇല്ല മുടി നല്ലോണം നിരക്കുകയാണെങ്കിൽ. പിന്നെ വീട്ടിൽ നമുക്ക് ഹെന്ന ചെയ്യാം, നീലമരി നെല്ലിക്കൊക്കെ പൊടി വേണമെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. ഒപ്പം തന്നെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെന്ന ചെയ്യാം. പിന്നെ എനിക്ക് തോന്നുന്നു അത് എൻ്റെ പേഴ്സണൽ ഒരു ചോയ്സ് ആട്ടോ. അതായത് നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു ട്യൂബ് അല്ല ഒരു പാച്ച് മാതിരിയല്ലേ, പൗഡർ പോലെ, അത് ജസ്റ്റ് നമുക്ക് എവിടെയുള്ളതെന്ന് വെച്ചാൽ അവിടെ മാത്രം നമുക്കൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ഇവിടത്തേക്കൊന്ന് ഹൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്നും ഇങ്ങനെ ഒന്ന് ഒപ്പിക്കൊടുത്ത് ആ ഒരു കാര്യം വേണമെങ്കിൽ നമുക്ക് എന്നുമല്ല ജസ്റ്റ് ഫംഗ്ഷനൊക്കെ വരുമ്പോൾ വേണമെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തോന്നുന്നു. എത്രത്തോളം നല്ലതെന്നറിയില്ല. ഇൻഗ്രീഡിയൻസ് നോക്കാം, അതുപോലെ അത് ഹെർബലായിട്ടുള്ള കാര്യങ്ങളാണോ, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞേ ഉള്ളൂ കേട്ടോ, ട്രൈ ചെയ്യണമെന്നില്ല. ജസ്റ്റ് അത് വേണമെങ്കിൽ അത് എനിക്ക് എത്രത്തോളം നല്ലതെന്ന് തോന്നുന്നു. കുറേ പേരൊക്കെ നല്ലതെന്ന് പറയുന്നു, പക്ഷെ അത് നമുക്ക് പേഴ്സണലി നമുക്ക് അറിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞു ഏത് ഉപയോഗിക്കാമെന്ന് ചോദിക്കുമ്പോഴേ വേണമെങ്കിൽ അത്, പക്ഷെ എന്നും ഒരിക്കലും അത് നല്ലതല്ല അങ്ങനത്തെ കാര്യങ്ങൾ. പരമാവധി വീട്ടിൽ, എൻ്റെ അമ്മയൊക്കെ വീട്ടിൽ നമ്മുടെ എന്താ പറയുക നീലമരിയൊക്കെ പൊടിച്ചത് തേക്കുക ചെയ്യണം കേട്ടോ. അപ്പം അതുപോലെ തന്നെ എന്താ പറയുക അപ്പച്ചനാണെങ്കിലും അത് രണ്ടുപേരും ഒരുമിച്ചാണ് ചെയ്യുക. അത് ഭയങ്കര നല്ലതാണ്. അപ്പം ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് മിസ്റ്റേക്കുകൾ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, മെയിനായിട്ട് ക്രാഷ് ഡയറ്റ്. അതായത് നമുക്കിങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടോ നമുക്ക് ചില ബോഡി ഷേമിങ് വന്നിട്ടൊക്കെ നമുക്ക് തോന്നില്ലേ പെട്ടെന്ന് വെയിറ്റ് കുറയ്ക്കണം. അപ്പം നമ്മൾ 2 മാസം കൊണ്ട് 1 മാസം കൊണ്ടൊക്കെ നമ്മൾ പഷ്ണി കിടന്ന് വണ്ണം കുറേയിരിക്കും. പക്ഷെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഒരു എന്താ പറയാ ഭയങ്കര ഏജ്ഡ് ആയ മാതിരിയും ഭയങ്കര പ്രായമായ മാതിരിയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെ ക്രാഷ് ഡയറ്റ് എടുക്കുമ്പോഴേ നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ കിട്ടില്ല, നമ്മൾ ഭക്ഷണം എടുക്കും, ഭക്ഷണം ഒഴിവാക്കും, നമുക്ക് അതിന് വലിയ പ്രോബ്ലംസാണ് വരുന്നത്. നമ്മുടെ സ്കിന്നിന് നിറച്ചു കുരുവും കാര്യങ്ങളും വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം മുടി കംപ്ലീറ്റ് കൊഴിയും. മൂന്നാമത്തെ നമുക്ക് കുറേ അധികം എന്താ പറയാ നമ്മുടെ വിറ്റമിൻ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയാ ശരീരത്തിലെ പ്രോട്ടീൻസ് വിറ്റമിൻസ് കാര്യങ്ങളൊക്കെ പോയിട്ട് നമുക്ക് വേറെ പല കാര്യങ്ങളും സോഡിയം കുറവ് അങ്ങനത്തെ കണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ അറിയില്ല, അതൊക്കെ ആയിരിക്കും ഇതൊക്കെ വരിക. പിന്നെ നമുക്ക് ഈ നമുക്ക് എന്താ പറയുക രോഗപ്രതിരോധ ശേഷി അത് നമുക്ക് തീരില്ലാണ്ടാവും. പെട്ടെന്ന് അസുഖം വരെയും പനി പിടിക്കുകയും ഭയങ്കര ക്ഷീണവും തളർച്ച ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും ക്രാഷ് ഡയറ്റ് ചെയ്യുമ്പോൾ. പ്രോപ്പറായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടാണ് എപ്പോഴും നമ്മൾ നല്ല രീതിക്കുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിച്ചുകൊണ്ട് നമ്മൾ എക്സസൈസ് പ്ലസ് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. അതാണ് നമുക്ക് നിലനിന്ന് പോവുക. അതായത് സ്ഥിരമായി നിൽക്കുന്ന ആ ഒരു ഡയറ്റ് അതാട്ടോ നമുക്ക് ചെയ്തു പോരുമ്പോൾ. പിന്നത്തെ കാര്യം സ്ലീപ്പ് കുറയുമ്പോൾ, അതായത് നമുക്ക് ഉറക്കം കുറഞ്ഞാൽ തന്നെ നമ്മളെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് പ്രായമായ മാതിരി തോന്നിക്കും. അപ്പം അതുകൊണ്ട് തന്നെ പരമാവധി നമ്മൾ പിന്നെ ചിലർക്ക് ഇങ്ങനെ രാത്രി നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ഉണ്ടാവും, എന്നാലും നമ്മളതൊന്ന് കോമ്പൻസേറ്റ് ചെയ്ത് ഉറക്കവും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കുക. അപ്പം എനിക്ക് അതാണ് മെയിനായിട്ട്. ഉറക്കം നമ്മൾ കറക്റ്റായിട്ട് നമുക്കൊരു 7 to 8 hours നമ്മൾ എന്തായാലും ഉറങ്ങാൻ ശ്രമിക്കാം കേട്ടോ. പിന്നത്തെ 2 കാര്യം എന്ന് പറഞ്ഞാൽ സൺസ്ക്രീൻ അവോയ്ഡ് ചെയ്യണത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യം. അത് നമ്മൾ മസ്റ്റായിട്ട് ഇടാൻ ശ്രമിക്കുക, അത് വീട്ടിൽ നിൽക്കുകയാണെങ്കിലും പുറത്ത് പോവുകയാണെങ്കിലും. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞത് നമുക്ക് ഭയങ്കര ചിലർക്ക് നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു ദിവസം ഒരാൾക്ക് ഒരു 50 അല്ലെങ്കിൽ 100 മുടിയൊക്കെ കൊഴിയുന്നതാണ്. പക്ഷെ അതിനൊക്കെ കൂടുതൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എന്തത് കൺട്രോളിലാണ്ട് മുടി ഇത്ര അധികം മുടി പോണേന്ന്. എന്നിട്ട് നമ്മൾ വീട്ടിലത്തെ അത് ഇതൊക്കെ ചെയ്യാൻ നിൽക്കുകയും അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ
ഡോക്ടറെ കാണാണ്ടിരിക്കുക ചെയ്യണതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. കാരണം നമുക്ക് എന്തെങ്കിലും ഹോർമോൺ ചേഞ്ചസ്, വിറ്റമിൻസ് എന്തെങ്കിലും കുറവുണ്ടെങ്കിലൊക്കെ ആയിരിക്കും ഇത്രയും പ്രശ്നങ്ങൾ മുടിക്ക് വരുന്നത്, ഹെയർ ലോസ് വരുന്നത്. അത് നമ്മൾ ഡോക്ടറെ കാണാണ്ട് ഇരുന്ന് ലാസ്റ്റ് എല്ലാ മുടിയും പോയിട്ട് നമ്മൾ വിഷമിച്ച് പിന്നെ നമുക്കത് ചിലപ്പോൾ തിരിച്ചെടുക്കാൻ പറ്റാത്ത പോലെ ആക്കും. അപ്പം അത് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. അങ്ങനെ ഒരു പരിധി വിട്ട് മുടി കൊഴിച്ചിലുണ്ടോ ഡോക്ടറെ കാണുക, ഇത് നമ്മൾ അവോയ്ഡ് ചെയ്യരുത് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ച് നമുക്ക് വലിയ കാശലവില്ലാത്തതാണ്. പ്ലസ് നമുക്ക് സൺസ്ക്രീൻ മോയ്സ്ചറൈസർക്ക് കാശലവുണ്ട്. അത് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ, വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അത് നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ നമ്മൾ നല്ല ആക്റ്റീവായിട്ടും ചുറുചുറുക്കായിട്ടും യങ് ആയിട്ടും, അതുപോലെ തന്നെ നമുക്ക് പ്രായം കൂടിയാലും നമ്മളെ കണ്ട അങ്ങനെ തോന്നിക്കില്ല. ആ ഒരു രീതിയിലാണ്. പിന്നെ ഇത് പറയാനുള്ള എനിക്കുള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ, എനിക്കിപ്പോൾ 36 വയസ്സായി, എന്നെ കണ്ട അങ്ങനെ തോന്നിക്കുമെന്ന് എനിക്കത് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ മനസ്സുകൊണ്ടും എൻ്റെ എന്താ പറയുക ഇപ്പോൾ പോണ ലൈഫ് സ്റ്റൈൽ കൊണ്ടും എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ കറക്റ്റായിട്ടുള്ള വേയിലാണ് പോണത്. പ്രോട്ടീൻ ഫുഡ്, അതുപോലെ ഉറക്കം അത്യാവശ്യം കറക്റ്റായിട്ട്, അതുപോലെ തന്നെ എക്സസൈസ്, പിന്നെ മെൻ്റലി ആണെങ്കിലും എനിക്ക് കുറേ കൂടി ഞാൻ എന്താ പറയുക സ്ട്രോങ് ആണ്. അതുപോലെ ഞാൻ സ്കിൻ കെയറിലാണെങ്കിലും ഹെയർ കെയറിലാണെങ്കിലും ഈ പറഞ്ഞ രീതികളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ലാണ്ടാണ് ഞാൻ ഇപ്പോൾ പോണത്. അതുകൊണ്ടാണ്, പിന്നെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും ആണ്. അപ്പോൾ അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പം അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഫോളോ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.